UDF സർക്കാരിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതിനാൽ ഓരോ വിഷയത്തിലും ലീഗ് സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസിന് നിർണായകമാണ്. നിലവിൽ ഒരു പിടി വിവാദങ്ങളുടെ ചുഴിയിലാണ് സർക്കാർ. ആ വിഷയങ്ങളിൽ ലീഗിനെ കൊണ്ട് കോൺഗ്രസിനും സർക്കാരിനുമെതിരെ എന്തെങ്കിലും പറയിക്കാൻ കുറേ ദിവസങ്ങളായി പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വിജയിക്കുന്നില്ല. മദ്യനയത്തിലുൾപ്പെടെ കഴിഞ്ഞയാഴ്ച വളരെ വ്യക്തമായി മന്ത്രി KM ഷാജി നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാണക്കാട് സന്ദർശനം നടത്തിയപ്പോൾ തങ്ങൾക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടു. ഈ അവസരത്തിൽ വിവാദ വിഷയങ്ങൾ ഓരോന്നും തങ്ങളോട് ചോദിച്ച് മാധ്യമങ്ങൾ മറുപടി പറയിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാവ് കൂടിയായ സ്പീക്കറെ അടുത്തിരുത്തി കോൺഗ്രസിനെതിരെ എന്തെങ്കിലും പറയിക്കാമെന്നായിരുന്നു വിചാരം. എന്നാൽ ഒരക്ഷരം പോലും സർക്കാരിനും കോൺഗ്രസിനുമെതിരെ പറയാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തയ്യാറായില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം, വിഴിഞ്ഞം വിഷയം, വീര്യം കുറഞ്ഞ മദ്യം, ഇതിലെല്ലാം വളരെ പക്വമായ പ്രതികരണമാണ് ലീഗ് അധ്യക്ഷൻ നടത്തിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി N ശേഷാദ്രിനാഥിനെ നിയമിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സർക്കാർ നിയമിച്ചു. എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ സർക്കാരിന് അദ്ദേഹത്തെ മാറ്റാം. അതിനെ മുൻവിധിയോടെ കാണേണ്ടതില്ല എന്നായിരുന്നു മറുപടി. ഉടനെ വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി വിൽപ്പനയായി ചോദ്യം. അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ ലീഗിനുള്ള അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വ്യക്തമായ പരിശോധന നടത്തിയിട്ടേ സർക്കാർ തീരുമാനമെടുക്കൂ എന്ന് തങ്ങൾ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KM ഷാജി പറഞ്ഞത് ഇക്കാര്യത്തിൽ ലീഗിന്റെ അതൃപ്തി പറഞ്ഞ ശേഷം മന്ത്രിസഭയുടെ തീരുമാനത്തിനൊപ്പം നിന്നു എന്നാണ്. ഇക്കാര്യം ചോദിച്ചപ്പോൾ ലീഗിനെ സംബന്ധിച്ച് രണ്ടു മദ്യവും വിൽക്കാൻ പാടില്ലെന്നായിരുന്നു മറുപടി. വീര്യം കുറഞ്ഞതും വീര്യം കുറയാത്തതും എല്ലാം തുല്യമാണ്. പക്ഷേ ഗവൺമെന്റിന് അവരുടേതായ നയങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ മുസ്ലിം ലീഗ് അഭിപ്രായം അറിയിക്കും. അക്കാര്യത്തിൽ ഇനിയും ആലോചിച്ചിട്ടേ തീരുമാനമെടുക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം. ആ പ്രതികരണം കാണാം. കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുക. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് സർക്കാർ അദ്ദേഹത്തെ നിയോഗിച്ചു. ഇനി വരെ വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റാലോ, അത്രയല്ലേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ തന്നെ നമ്മളതിൽ ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാം. അതോടൊപ്പം ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ വികസന കുതിപ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പ് ചില സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ ഓഹരി കൊടുക്കുന്ന രീതിയിലുള്ള പ്രചാരണം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഈ UDF-നെതിരെ വലിയ വിമർശനമുണ്ട് അക്കാര്യത്തിൽ. അദാനിക്ക് തീരെഴുതി കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അത് അന്തിമമായിട്ട് തീരുമാനമൊന്നും ആയിട്ടില്ല. അദാനി ഗ്രൂപ്പ് അവരുടെ ഒരു ബിസിനസ് ഗ്രൂപ്പാണല്ലോ. ആ നിലയ്ക്ക് അവരുടെ അഭിപ്രായങ്ങളോ മറ്റോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഗവൺമെൻറ്റാണല്ലോ അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ് ഇനിയും ഉണ്ട്. അത് ഇനിയും ഗവൺമെൻറ് ആ കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ പരിശോധിച്ചിട്ട് അതിലൊരു നടപടിയിലേക്ക് ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ KM ഷാജി ഡൽഹിയിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ള വിയോജിപ്പ് അറിയിച്ചിട്ട് മന്ത്രിസഭയിൽ ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ഡൽഹി പറഞ്ഞത്. അപ്പോൾ ലീഗിന് ആവശ്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മദ്യം വിൽക്കാൻ പാടില്ല എന്നുള്ളതിനാണ്. വീര്യം കുറഞ്ഞതും വീര്യം കുറയാത്തതും ഒക്കെ സെയിമാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ചില നയങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം അറിയിക്കും. പിന്നെ ആ കാര്യത്തിൽ ഇനിയും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. പല സംഘടനകളൊക്കെ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളൊക്കെ. അതൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു.